ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളിലോട്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏകാന്ത പതികൻ അല്ലെങ്കിൽ ഒരു ഏകാന്ത പതിക എന്നുള്ള രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചുറ്റിനും പലരും ഉണ്ടെങ്കിലും നിങ്ങളൊരു ഒറ്റപ്പെടല് ചില സമയങ്ങളിൽ ഒരുപാട് ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജസ്റ്റിസ് കിട്ടണം. നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളിലും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും നിങ്ങൾക്ക് ഒരു ആവലാതി വേവലാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോ എന്താ പറയാ, ഈ അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കൂലേ, പുകഞ്ഞ് 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 ഇങ്ങനെ ആ ഒരു രീതി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഓർത്തും നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തും ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നീറി വരാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇത്രയും നീറ്റൽ അനുഭവിക്കുന്നവരാണെന്ന് പുറമേ ഉള്ളവർക്ക് അത്രയും പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട രീതിയിൽ അത്രയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ക്ഷമ നശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ വഴി നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. കാരണം നിങ്ങൾക്ക് ഇനി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വയ്യ. നിങ്ങൾക്ക് ഇനി ചതി വഞ്ചന കാര്യങ്ങളൊന്നും ഇനി ഏറ്റെടുക്കാൻ വയ്യ. അങ്ങനെയുള്ളൊരു രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. കാരണം പല കാര്യങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും പല സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടി അതിൽ ഒരു പീക്ക് ലെവല്, വിഷമത്തിൻ്റെ ഒരു പീക്ക് ലെവല് നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അതിലോട്ടൊന്നും, ഇനി പഴയതൊന്നും ലൈഫിൽ ആവർത്തിക്കരുതേ. എനിക്കിപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മാറ്റി എൻ്റെ ലൈഫിൽ ഒരു പുതിയൊരു വെളിച്ചം തുറന്നു തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു പുതിയൊരു വെളിച്ചത്തിന് വേണ്ടി നിങ്ങൾ കണ്ണും നട്ട് കാത്തിരിക്കുന്ന പോലെയുള്ള ഒരവസ്ഥ. സ്പിരിച്വലി കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ നീങ്ങുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു മനസ്സമാധാനം ഈസ് എവരിത്തിങ് എന്നാണല്ലോ. മനസ്സമാധാനം നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും പ്രതീക്ഷിക്കാത്ത മനുഷ്യരിൽ നിന്നും സിറ്റുവേഷൻസിൽ നിന്നും ഈ എന്താ പറയാ, ഈ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവർത്തികളും നിങ്ങൾ രണ്ട് കൈയും നീട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ സെലക്ഷൻസ് കൊണ്ടിട്ട്, നിങ്ങളുടെ ഈ ഓവർഫ്ലോ ഇല്ലേ. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു, അതിലകത്ത് വെള്ളം നിറച്ചു. ആ ഗ്ലാസ്സിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഗ്ലാസിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും, കവിഞ്ഞൊഴുകും. അതുപോലെ ഓവർഫ്ലോ, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയൂലേ. അതുപോലെ പല രീതിയിലും
നിങ്ങൾ ഓവർഫ്ലോ പോലെ സ്നേഹം, കെയറിങ്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ടത് കൂടി നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തി ഉള്ള അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എന്താ? കറിവേപ്പിലയുടെ ഒരു റിസൾട്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു അംഗീകാരത്തിന് പകരം താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം എവിടെയാണോ നിങ്ങൾ വിത്ത് പാകിയത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ നിന്നായിരിക്കാം. താൽക്കാലികമായിട്ടൊക്കെ ആ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കറിവേപ്പിലയുടെ അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം വേണ്ടുന്നതിൽ കൂടുതൽ നിങ്ങൾ എന്തും ലവ് ആൻഡ് കെയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സമയം, പ്രയോറിറ്റി, കാര്യങ്ങളെല്ലാം നിങ്ങൾ സമർപ്പിച്ചു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആളറിഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ വേണ്ടത്, ആളറിഞ്ഞു കൊടുക്കണ്ടേ? അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇവിടെ ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട്. ഓക്കെ. കാരണം ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൽ, കാര്യങ്ങൾ, സൂയിസൈഡിനെ പറ്റിയൊക്കെ വരെ ആലോചിച്ച ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക. എന്തിനും സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെ മറക്കാൻ വേണ്ടി ആൽക്കഹോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള അഡിഷനിലോട്ടും പോവാതിരിക്കുക. വ്യക്തികൾ തിരുത്തപ്പെടുമ്പോൾ ഈ ആൽക്കഹോൾ അഡിഷൻ പിന്നെ ആര് തിരുത്തും? നിങ്ങൾ തണ്ടി വണ്ടിയായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ എല്ലാവരോടും അല്ല, ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലായില്ലേ? അതന്നെ. അപ്പൊ നമ്മൾ തണ്ണി വണ്ടിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ തണ്ണി വണ്ടിയായിട്ടുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കുക. പിന്നെ ട്രെയിനായിട്ട് ഇരുന്നിട്ടും കാര്യമില്ല. ട്രെയിൻ മീൻസ് സിഗരറ്റ്, സ്മോക്കിംഗ്, അങ്ങനെയായിട്ടുള്ള പരിപാടികളിലോട്ടും പോയിട്ട് കാര്യമില്ല. അതൊക്കെ ഒരുപാട് ഓവർ അഡിഷനാണ്. അപ്പൊ അതിലോട്ടൊക്കെ നമ്മൾ ഈ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും നമ്മൾ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെയല്ലേ? കാരണം അങ്ങനെയുള്ള രീതിയിലോട്ടും ഇവിടെ പോയതായിട്ട് ചില ആളുകൾ കാണിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, പുതിയ ഒരു തീരുമാനങ്ങളിൽ കൂടി പുതിയ കാര്യങ്ങളിലോട്ട് ചുവട് വെച്ച് പതിയെ പോകണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആകണം. എല്ലാവരെ പോലെ നോർമലായിട്ട് എൻ്റെ ലൈഫും പോകണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് ചിന്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ചിന്തിച്ചാൽ മാത്രം കാര്യങ്ങൾ നടക്കൂല, പ്രവൃത്തികളും വേണം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നിങ്ങളിലോട്ട് എന്താണ് വരാനിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെരി ഗുഡ്. നിങ്ങളിലോട്ട് എന്താണ്? ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 2-ാം തീയതി വ്യാഴമാറ്റമൊക്കെ നടന്നിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ടൈം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്ന സമയങ്ങളാണ്. അപ്പം നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവിടെ എന്താ പറയുക, നിങ്ങൾ ഇതിൽ നിന്നൊന്നും പുറത്തോട്ട് വരരുത് എന്ന് ആഗ്രഹിച്ച് ചില വ്യക്തികൾ നിങ്ങൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ചില ബന്ധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. കുറച്ച് ബ്ലോക്കിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു ചങ്ങലകളൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തോട്ട് വരിക. കാരണം അതാണൊരു തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത്.
കാരണം ആ ഒരു തടസ്സം എപ്പോൾ റീഡിങ് എടുക്കുവാണെന്നുണ്ടെങ്കിലും, എപ്പോൾ ഇങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മേജറായിട്ട് കാണിക്കാറുണ്ട്. ആ ഒരു കാര്യങ്ങൾ, ആ ഒരു തടസ്സങ്ങൾ നീക്കുക. കാരണം ഇത് പണ്ടേ മാറേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾ ആ ഒരു ചക്രവ്യൂഹത്തിൽ കൂടി തന്നെ ഇങ്ങനെ നിന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് കിട്ടേണ്ടത് ഒരുപാട് വൈകുന്ന ഒരു കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നടക്കേണ്ടത് മറ്റുള്ളവർക്ക് നടക്കുന്നത് നിങ്ങൾ കാണുന്നത്, അതും ഇപ്പൊ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവരെക്കാളും ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങൾ ഈ സഡൻ ആയിട്ടുള്ള രീതിയിൽ വരാതെ ഒരു എന്താ പറയാ, എത്രയും സ്ലോ ആക്കാൻ പറ്റുമോ അത്രയും സ്ലോ എനർജി തരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. നിങ്ങളിലോട്ട് വരുന്ന കാര്യം പുതിയൊരു തുടക്കം, എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പുതിയ വസ്ത്രം, പുതിയ ആഭരണം. കാരണം ഈ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഇത്തിരി കൂടി എന്താ പറയാ, നല്ലൊരു ഷൈനിങ് ആയിരിക്കും. ഈ ഒരു ആഭരണം നിങ്ങൾക്ക് ഇട്ടാൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ആകർഷണം ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒരു മൊത്തത്തില് നിങ്ങളെ എന്താ പറയാ, ഒരു 10 പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തെളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു സമാധാനം, സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കുടുംബത്തോട് കൂടി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുടുംബമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരോടും കൂടി ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും പുതിയ ഒരു കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഇപ്പോൾ വീട് മാറാം, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പോകുന്നത്, പുതിയ സ്ഥലം വാങ്ങിക്കുന്നത്, പുതിയ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. എന്താണെങ്കിലും നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ കയ്യിൽ കെട്ടിയിട്ടിട്ടുള്ള ആ ബന്ധനങ്ങൾ തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ തന്നെ തുടർന്നുകൊണ്ട് പോകേണ്ട കാര്യങ്ങളും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾ ഒരു എംപ്രസ് ആയിട്ടിരിക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ഒരു എംപ്രർ ആയിട്ടിരിക്കേണ്ട അത്രയും കഴിവുള്ള പല രീതിയിൽ. ഇപ്പൊ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള രീതിയിൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലിയും കുടുംബവും എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നെല്ലാ രീതിയിലും അറിയുന്ന ആളുകളായിരിക്കാം. എന്തൊക്കെയോ മറ്റുള്ളവർക്ക് ഇല്ലാത്ത കഴിവുകൾ ഒരുപാട് നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയാണ്. അത് ഇങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് മോചനം നേടരുതെന്നാണ് മറ്റു പല ആളുകളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെ ബന്ധനം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.